കമ്പനി. നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ഒരു നല്ല രാവിലെയിലേക്ക് സ്വാഗതം. ഒരു പുതിയ വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ സജീവമായൊരു വാർത്താ ദിനമാണ് ഇന്നും. അപ്പോൾ നമുക്ക് എല്ലാ വാർത്തകളും വിശദമായി നോക്കണം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് രാവിലെയിൽ പതിവ് പോലെ നാട്ടിലെന്തുണ്ട്. കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിലേക്ക് ഓര് ജലം കടക്കാതിരിക്കാൻ ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകൾ അടച്ചിട്ടും KMML മണൽ നീക്കം നടത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഉപ്പുവെള്ളം കുട്ടനാട്ടിലേക്ക് ഒഴുകാതിരിക്കാൻ പൊഴിമുഖം അടയ്ക്കേണ്ടതിന് പകരമായി കടലിൽ നിന്നുൾപ്പെടെ ഇന്നലെയും കരിമണൽ ഖനനം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ആഴം കൂട്ടൽ പ്രക്രിയ ആവശ്യമില്ലാത്ത ഈ സമയത്ത് 100 കണക്കിന് ലോറികളാണ് തോട്ടപ്പള്ളിയിൽ നിന്ന് KMMLലേക്ക് കരിമണലുമായി ദിവസേന പോകുന്നതെന്ന് പരിസരവാസികളും സ്ഥിരീകരിക്കുന്നു. ഓരുവെള്ള ഭീഷണി അതിശക്തമാണെന്ന് കുട്ടനാട്ടിലെ കർഷകർ ജില്ലാ ഭരണകൂടത്തിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തോട്ടപ്പള്ളി സ്പിൽവേയുടെ 36 ഷട്ടറുകൾ അടച്ചത്. അവശേഷിക്കുന്ന 4 ഷട്ടറുകളിൽ 3 എണ്ണം പ്രവർത്തനരഹിതവും 1 ഷട്ടർ തന്നെ ഇല്ലാത്ത അവസ്ഥയിലുമാണ്. വേലിയേറ്റ സമയത്ത് ഓരുജലം ഷട്ടറുകൾ വഴി പാടശേഖരങ്ങളിൽ എത്തുന്നുവെന്ന പരാതി ഉയർന്നതിനെ തുടർന്ന് കളക്ടർ, ജലവിഭവ വകുപ്പ്, മെക്കാനിക്കൽ വിഭാഗം എന്നിവർ ചേർന്നുള്ള സംയുക്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഷട്ടറുകൾ അടച്ചത്. മാത്രമല്ല, കാലവർഷം ശക്തമാണെങ്കിലും സ്പിൽവേ വഴി പുറന്തള്ളപ്പെടുന്ന ജലത്തിന്റെ അളവ് വളരെ കുറവാണെന്നാണ് വിലയിരുത്തൽ. മറിച്ച് കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം ഒഴുകിക്കയറുകയും ചെയ്യുന്നു. പൊഴിയുടെ ആഴം കൂട്ടലിന്റെ മറവിൽ ഖനനം മാത്രമാണ് നടക്കുന്നതെന്ന് ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിലാണ് സ്പിൽവേ അടച്ച പശ്ചാത്തലത്തിലും കടലിലേക്കിറങ്ങിയുള്ള മണലെടുപ്പ് KMML ആരംഭിച്ചിരിക്കുന്നത്. അതീവ പരിസ്ഥിതിലോല പ്രദേശത്താണ് JCBകൾ ഉപയോഗിച്ചുള്ള സീ വാഷിംഗ് നടക്കുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവകരം. കടലിൽ നിന്നും മണലെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭ്യമായി. കുട്ടനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് ഇവിടെ കുടിയേറിയ IREL KMML കമ്പനികൾ ഇവിടെ ഈ പൊഴിമുഖത്ത് നിന്നും കടലിലിറങ്ങി, ഇപ്പം ചാകര ആയതുകൊണ്ട് കടലിലിറങ്ങി സീ വാഷിംഗ് നടത്തുകയാണ്. അവര് ക്രമാതീതമായി മണൽ വാരുകയാണ്. നമ്മുടെ തീരം പാനൂർക്കര, തൃക്കുന്നപ്പുഴ, അതുപോലെ തന്നെ ആറാട്ടുപുഴ പഞ്ചായത്ത്, പുറക്കാട് പഞ്ചായത്തിന്റെ തീരമേഖല, പുന്നപ്പുറ, അമ്പലപ്പുഴ പഞ്ചായത്തിന്റെ തീരമേഖല അപ്പാടെ തകർന്നു. ഒരു പാരിസ്ഥിതിക ആഘാത പഠനവും നടത്താതെ ഒരു പ്രദേശത്ത് JCBയും കൊണ്ടുവന്ന് ലോറിയും കൊണ്ടുവന്ന് മണൽ ലോകത്ത് എവിടെയെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ തോട്ടപ്പള്ളിയിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം മണലെടുപ്പ് വർദ്ധിച്ചതിനെ തുടർന്ന് കുട്ടനാട്ടിൽ ഉപ്പുജലം കയറി വ്യാപക കൃഷിനാശം ഉണ്ടായിരുന്നു. തുടർന്ന് മണ്ണെടുത്ത് പൊഴിമുഖം അടക്കേണ്ടതായി വന്നു. കടൽ ഖനനത്തിനെതിരെ പ്രതിഷേധം ഇടതുപക്ഷം ഉയർത്തുമ്പോഴാണ് സീ വാഷിംഗിന് സമാനമായ പ്രവൃത്തി തോട്ടപ്പള്ളിയിൽ നടക്കുന്നത്. ഇതൊരു വലിയ ദുരന്തമാണ്. ഈ ദുരന്തം ആലപ്പുഴയെ മാത്രമല്ല നമ്മുടെ സമീപ ജില്ലകൾക്ക് കൂടെ ക്ഷത ഉണ്ടാക്കുന്ന തരത്തിലാണ് നടക്കുന്നത്. ഇവിടുന്ന് കൊണ്ടുപോകുന്ന കരിമണലിന് കണക്കില്ല. എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് ആർക്കും അറിയത്തില്ല. കുറെയൊക്കെ അവരുടെ കമ്പനികളിൽ പോകും, കുറെയൊക്കെ പ്രൈവറ്റ് കമ്പനികളിലേക്കും ഇവര് രാത്രി കടത്തുന്നുണ്ട്. വൈകിട്ട് 5 മണി കഴിഞ്ഞാൽ തോട്ടപ്പള്ളിയിൽ നിന്ന് പരിശോധനകൾ പോലും ഇല്ലാതെയാണ് കരാറുകാർ ലോറികളിൽ മണൽ നീക്കം നടത്തുന്നെന്ന ആരോപണവുമുണ്ട്. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് കരകയറ്റാനാണ് തോട്ടപ്പള്ളി പൊഴിയിലെ മണൽ നീക്കമെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന സർക്കാർ ഇപ്പോൾ മണൽ നീക്കത്തിന്റെ പ്രത്യാഘാതമായി കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. കഴിഞ്ഞ ദിവസം കൊല്ലം അഞ്ചലിൽ ഒരു വലിയ അപകടം നടന്നു. പക്ഷേ ഒരു യുവാവിന്റെ സമയോചിത ഇടപെടൽ മൂലം ഒരു വലിയ ദുരന്തം ഒഴിവായി. തീപിടിച്ച KSRTC ബസ്സിലെ യാത്രക്കാരെയാണ് അനസ്റ്റിൻ എന്ന യുവാവ് രക്ഷിച്ചത്. സമീപത്തെ പമ്പിൽ നിന്ന് ഫയർ എക്സ്റ്റിംഗ്യൂഷർ ഉപയോഗിച്ചാണ് തീ അണച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് മുണ്ടക്കയത്തേക്ക് പോവുകയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിനാണ് തീപിടിച്ചത്. അഞ്ചൽ ചന്തമുക്കിന് സമീപമെത്തിയപ്പോൾ ബസ്സിൽ നിന്ന് ഡീസൽ ചോർന്ന് തീ ആളിക്കത്തുകയായിരുന്നു. ബൈക്കിൽ കുടുംബത്തോടൊപ്പം പോവുകയായിരുന്ന കഫറ്റീരിയ ഉടമ അനസ്റ്റിൻ സമീപത്തെ ഇന്ധന പമ്പിൽ നിന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് തീ അണച്ചു. ഞങ്ങളിങ്ങനെ വന്നപ്പോഴത്തേക്കും ബൈക്കിൽ ഞാൻ വൈഫും കൂടെ വരുമായിരുന്നു.
അപ്പം ഇതിൻ്റെ ഡീസൽ ചോരുന്നതായിട്ട് കണ്ട് അങ്ങനെ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പിന്നെ കണ്ടക്ടറത് കാര്യം പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് ഇതുവഴി ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് വണ്ടിയുടെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ കാണാൻ ചെറിയ രീതിയിൽ പുകയും റേഡിയേറ്ററിൻ്റെ അവിടുന്ന് നല്ല തീയുണ്ട്. അപ്പം തന്നെ ഓടി ചെന്ന് നമ്മൾ പോയി പിന്നെ പമ്പിൽ നിന്ന് മറ്റേ ഫയർ എടുത്തുകൊണ്ട് വന്ന് അടിച്ച് തീ അടച്ചിട്ടുണ്ട്. സമയത്ത് ഇടപെട്ടുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായല്ലേ? അങ്ങനെ പറയാം. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തുന്നതിന് മുൻപേ അനസ്റ്റിൻ തീയണച്ചത് യാത്രക്കാർക്ക് ആശ്വാസമായി. ഡീസൽ ലീക്കായി ഇപ്പോഴും അറിയുന്നത്. അങ്ങനെ തീ നിലത്ത് വീണു, നിലത്തിന് കൊണ്ടുവരുന്ന മുകളിലേക്ക് കയറി തീ അന്നേരം അടച്ചല്ലേ? അന്നേരം തന്നെ അടച്ചു. ആളപായങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, സഹോദരൻ വന്ന് അടച്ചു വന്നു. ഞങ്ങൾ വെള്ളം ഒഴിച്ചു. എവിടുന്ന് വന്ന വണ്ടിയാ? തിരുവനന്തപുരത്ത് മുടക്കാൻ പോകുന്ന വണ്ടിയാണ്. ബസ്സിലെ യാത്രക്കാരെ മറ്റ് വാഹനങ്ങളിൽ കയറ്റി അയച്ചു. തീപിടുത്തത്തെ തുടർന്ന് അഞ്ചൽ പുനലൂർ പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. ന്യൂസ് 18 പുനലൂർ. നമ്മുടെ തിരുവനന്തപുരത്ത് ഹിറ്റായ ഒരു യാത്രയുണ്ട്, ഓപ്പൺ ഡബിൾ ഡെക്കറിലുള്ള യാത്ര. അപ്പോൾ തിരുവനന്തപുരം സിറ്റി മുഴുവൻ ഇത്തരത്തിൽ ഓപ്പൺ ഡബിൾ ഡെക്കറിൽ മുകളിലിരുന്നു കൊണ്ട് യാത്രക്കാർക്ക് ആസ്വദിച്ച് നഗരം മുഴുവൻ അറിയാനും കാണാനും സാധിക്കുമെന്നതാണ് പ്രത്യേകത. വലിയ തിരക്കാണ് എല്ലാ ദിവസവും. നേരത്തെ കൂട്ടി നമുക്ക് ബുക്ക് ചെയ്താൽ മാത്രമേ ബസ് റൈഡ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ സമാനമായ രീതിയിൽ കൊച്ചിയിലും ഈ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് KSRTC. ഇനി കൊച്ചിയുടെ സൗന്ദര്യവും ഇത്തരത്തിൽ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിൽ ഇരുന്ന് ആസ്വദിക്കാം. യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് കൊച്ചി ചുറ്റിക്കറങ്ങാൻ ഓപ്പൺ ഡബിൾ ബസ് ഡെക്കർ സർവീസ് ഒരുങ്ങിയിരിക്കുകയാണ്. വ്യവസായ മന്ത്രി P രാജീവാണ് ബസിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത്. കൊച്ചിയുടെ രാത്രി സൗന്ദര്യം ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്ത് ആസ്വദിക്കാം. തിരുവനന്തപുരം, മൂന്നാർ എന്നിവിടങ്ങളിൽ KSRTC ആരംഭിച്ച ഡബിൾ ഡെക്കർ സർവീസുകളുടെ മാതൃകയിലാണ് കൊച്ചിയിലും ഡബിൾ ഡെക്കർ എത്തിച്ചിരിക്കുന്നത്. ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരക്കാഴ്ചകൾ എന്ന പേരിൽ ആരംഭിച്ച 2 ഓപ്പൺ ഡബിൾ ഡെക്കർ സർവീസുകൾ ഏറെ ജനപ്രീതി നേടിയതിനെ തുടർന്നാണ് കൊച്ചിയിലും ഓപ്പൺ ബസ് സവാരി ഒരുക്കിയിരിക്കുന്നത്. വ്യവസായ മന്ത്രി P രാജീവ് ബസ് സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിവേഗത്തിൽ വികസിക്കുന്ന കൊച്ചിയുടെ ടൂറിസത്തിന് ഈ ബസ് കുറെ കൂടി സഹായകരമാകും. ആഭ്യന്തര ടൂറിസം കേരളത്തിനകത്തും ഇന്ന് കൊച്ചിയിലേക്ക് വരുന്നവർക്ക് തന്നെ ഈ സ്ഥലങ്ങളാകെ പരിചിതമാകുന്നതിന് ഈ ടൂറിസം സഹായകരമാകും. അതിന് മുൻകൈയെടുത്ത KSRTC ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് വൈകിട്ട് 5 മണിക്ക് പുറപ്പെട്ട് തേവര, COPT, അവന്യൂ വാക്വേ, മറൈൻ ഡ്രൈവ്, കാളമുക്ക്, വല്ലാർപാടം ചർച്ച്, ഹൈക്കോർട്ട് വഴി വൈകിട്ട് 7:40 എറണാകുളത്ത് തിരിച്ചെത്തുന്ന വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിലത്തെ ഡെക്കിൽ ആളൊന്നിന് 300 രൂപയും താഴത്തെ ഡെക്കിൽ 150 രൂപയുമാണ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. എറണാകുളം സ്റ്റാൻഡിൽ നിന്നും 5 മണിക്കാണ് ഈ ട്രിപ്പ് ആരംഭിക്കുന്നത്. അവിടെ നിന്നും ജോസ് ജംഗ്ഷൻ വഴി തേവരെ വന്ന് BOT പാലം ടച്ച് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും മഹാരാജാസ് കോളേജിൻ്റെ ഫ്രണ്ടിലൂടെ മറൈൻ ഡ്രൈവ് കവർ ചെയ്ത് നമ്മൾ ഹൈക്കോടതി ജംഗ്ഷനിലെത്തി ഗോശ്രീ പാലം കടന്ന് നമ്മൾ കാളമുക്കിൽ എത്തി തിരിച്ച് വീണ്ടും ഹൈക്കോടതിയിൽ എത്തി നമ്മൾ MG റോഡ് വഴി സ്റ്റാൻഡിലേക്ക് എത്തുന്ന വിധത്തിലാണ് ഈ ട്രിപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിൽ 39 സീറ്റും താഴെ 24 സീറ്റുമാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ആകെ 63 സീറ്റുകളാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ ഉള്ളത്. TJ വിനോദ് MLA, ഹൈബിയുടെ MP, KG മാക്സി MLA, കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് M അൽകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്തെയും മൂന്നാറിലെയും പോലെ കൊച്ചിക്കും ഡബിൾ ഡെക്കർ ബസ് സ്വന്തമായിരിക്കുകയാണ്. ഇനി കൊച്ചിയുടെ രാത്രികാല സൗന്ദര്യം ഇതിലൂടെ ആസ്വദിക്കാം. യാത്ര ഇഷ്ടപ്പെടുന്നവർക്കായി വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയാണ് സർവീസ് ഒരുക്കിയിരിക്കുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. സഞ്ചാരയോഗ്യമായ റോഡുകളും വഴികളും ഒരു പ്രദേശത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ്, അല്ലേ? എന്നാൽ 2 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പത്തനംതിട്ട വല്യന്തി മൈലപ്ര കടമനിട്ട റോഡ് വർഷങ്ങളായി തകർച്ചയിലായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും പരാതി. മെറ്റലുകൾ ഇളകി കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുരിതപൂർണമാണ്.
10 വർഷത്തിലേറെയായി തകർച്ചയിലാണ് പത്തനംതിട്ടയിലെ വല്യയേന്തി മൈലപ്ര കടമ്മനിട്ട റോഡ്. കാലവർഷത്തിൽ മെറ്റലുകൾ ഇളകി കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള കാൽനടയാത്ര പോലും ദുരിതപൂർണമാണ്. ഇരുചക്രവാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവായി. ജനപ്രതിനിധികളും പ്രദേശവാസികളും പരാതികൾ നൽകിയിട്ടും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡിന്റെ അവസ്ഥയാണിത്. ഈ മൈലപ്ര റോഡിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല പാതയുമായി ബന്ധപ്പെട്ട റോഡിൻ്റെ അനുബന്ധ റോഡാണിത്. മൈലപ്രയിൽ ഗതാഗത തടസ്സം ഉണ്ടായാൽ വാഹനങ്ങൾ വലിയേന്തി മൈലപ്ര കടമനിട്ട വഴിയുള്ള റോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത്. റോഡിന്റെ വശങ്ങളിൽ ഓടയില്ലാത്തതും കലുങ്കുകൾ നിർമ്മിക്കാത്തതുമാണ് റോഡിന്റെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം. റോഡ് തകർച്ചയിലായതോടെ പ്രദേശവാസികൾ വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത്. ഇവിടെ 10 വർഷമായിട്ട് ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ശക്തമായ മഴവെള്ള പാച്ചിലിൽ വെള്ളം വന്നിട്ട് റോഡിന്റെ പല സ്ഥലങ്ങളും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് പ്രത്യേകിച്ചും 2 വീലർ അപകടത്തിൽപ്പെടുന്നത് സ്ഥിരം സംഭവമാണ്. എന്നാൽ 10 വർഷത്തിലേറെയായിട്ട് ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ ആവശ്യത്തിന് ഓടയില്ല, പിന്നെ കലുങ്കുകളില്ല. ഡ്രെയിനേജ് ആണ് ഇതിനകത്ത് വലിയ പ്രശ്നം. ഈ റോഡ് ഇത്രയും തകരാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം ശക്തമായ വെള്ള ഒഴുക്കുള്ള ഏരിയയാണ്. അതുകൊണ്ട് ഇവിടെ ആവശ്യത്തിന് കലുങ്കുകൾ കൊടുത്തുകൊണ്ട് ഡ്രെയിനേജ് സംവിധാനം ഒരുക്കിക്കൊണ്ട് ഇവിടുത്തെ റോഡ് പണി നടത്തണം എന്നുള്ളത് ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ശക്തമായ ആവശ്യമാണ്. എന്നാൽ കുറേ വർഷങ്ങളായിട്ട് ഇവിടുത്തെ പണികളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പത്തനംതിട്ട നഗരത്തിൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡിന്റെ തകർച്ച പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. കട്ടപ്പന KSRTC ജംഗ്ഷൻ വെട്ടിക്കുഴിക്കവല റോഡിൽ വാഹനയാത്രക്കാർക്ക് അപകടക്കെണിയായി റോഡരികിലെ കലുങ്ക്. ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ പലതും അപകടത്തിൽപ്പെടുന്നതായാണ് പരാതി. മുനിസിപ്പാലിറ്റിയും പൊതുമരാമത്ത് വകുപ്പും ഇടപെട്ട് അടിയന്തരമായ പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കട്ടപ്പന വെള്ളിയാംകുടി KSRTC ജംഗ്ഷനിൽ നിന്നും വെട്ടിക്കുഴി കവലയ്ക്ക് സമീപത്തെ റോഡിലാണ് കലുങ്ക് അപകട ഭീഷണിയായി മാറിയത്. ഈ കലുങ്കിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയുമുണ്ട്. ഇതിന് രണ്ടിനും ഇടയിലായി 2 അടി വീതിയിലും 6 അടി താഴ്ചയിലുമുള്ള വലിയൊരു ഗർത്തവുമുണ്ട്. ഇതിന് സമീപം കാടുകയറി നിൽക്കുന്നതിനാൽ പലപ്പോഴും വാഹനമോടിക്കുന്നവർക്ക് റോഡ് വക്കിലെ കുഴി കാണാൻ കഴിയാറില്ല എന്നതാണ് അപകടത്തിന് ഇടയാക്കുന്നത്. ഇതുപോലെ കെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കെട്ടില്ലാത്തതുകൊണ്ട് വരുന്നു. ഇന്നാളും 2 പ്രാവശ്യം സ്കൂട്ടുകാരൻ താഴെ പോയി. ഇതിപ്പം 3ാമത് പ്രാവശ്യം ഇത് കെട്ടില്ലാത്തത് തന്നെ. സൈഡ് കെട്ട് ഈ വളവും ഓവർ സ്പീഡ് വരുമ്പോഴാണ് വളവ് തിരിയാതെ വരുന്നത്. കഴിഞ്ഞ ദിവസം ബൈക്ക് കുഴിയിൽ വീണ് ഒരാൾക്ക് പരുക്കേറ്റു. ബൈക്ക് പൂർണ്ണമായും നശിച്ചു. ഈ ഭാഗത്ത് റോഡിന് വീതി കുറവാണ്. 2 വളവുകൾ ചേർന്നുള്ള ഭാഗമായതിനാൽ വാഹനങ്ങൾ അടുത്തെത്തുമ്പോൾ മാത്രമാണ് ഡ്രൈവർമാർക്ക് കാണാൻ സാധിക്കുക. പൊതുമരാമത്ത് വകുപ്പും മുനിസിപ്പാലിറ്റിയും ഇടപെട്ട് റോഡിന്റെ അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. 10 ലക്ഷം രൂപ വകയിരുത്തി റീടാറിംഗ് നടത്തിയ റോഡ് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും തകർന്നു. പാലക്കാട് തൃത്താല കുമ്പിടി യൂണിയൻ ഷെഡ് ഹൈസ്കൂൾ റോഡിലാണ് കുഴികൾ രൂപപ്പെട്ടത്. റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധവും ശക്തമാണ്. പാലക്കാട് തൃത്താല ആനക്കര പഞ്ചായത്തിലെ കുമ്പിടി യൂണിയൻ ഷെഡ് ഹൈസ്കൂൾ റോഡാണ് റീടാറിംഗ് നടത്തി മാസങ്ങൾക്കുള്ളിൽ തകരാൻ തുടങ്ങിയത്. റോഡിന്റെ പല ഭാഗങ്ങളിൽ ടാർ ഇളകിപ്പോയി കുഴികൾ രൂപപ്പെട്ടു. വർഷങ്ങളായുള്ള റോഡ് തകർച്ചയ്ക്ക് പരിഹാരമായതോടെ ഏറെ ആശ്വാസകരമായിരുന്നു പ്രദേശവാസികൾക്ക്. എന്നാൽ 2 മാസം പിന്നിട്ടപ്പോഴേക്കും തകർച്ച വീണ്ടും തുടങ്ങി. 2 സൈഡിലും കാവില്ലാത്ത ആ കുന്നിന്റെ മുകളിൽ വരുന്ന വെള്ളം മുഴുവൻ ഒലിച്ചു വരുന്ന 2 സൈഡും. ഇത് കോൺട്രാക്ടർമാരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിപ്പോ റോഡിന് ഫണ്ട് വെച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടാണ്. ആ ഫണ്ട് ഇപ്പൊ 1 മാസത്തിന്റെ ഉള്ളിൽ 1 മാസം കഴിഞ്ഞിട്ടുള്ള വർക്ക് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞപ്പോ കേടുവരൽ കഴിഞ്ഞു. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയാണ് റോഡിനായി വകയിരുത്തിയത്. നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ചില ഭാഗങ്ങളിൽ കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട്. ഓവുചാലില്ലാത്തതുമൂലം കുന്നിൻ മുകളിലെ മഴവെള്ളം ശക്തമായ രീതിയിൽ ഒഴുകിയെത്തിയതും റോഡ് തകരാൻ കാരണമായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 തൃത്താല. പാലക്കാട് വാടാനംകുറിശ്ശിയിലെ മേൽപ്പാല നിർമ്മാണ പ്രവൃത്തി 4 വർഷം പിന്നിട്ടിട്ടും ഇഴയുന്നതിൽ വലഞ്ഞിരിക്കുകയാണിപ്പോൾ ജനം. 10 ദിവസത്തേക്ക് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടാണ് പ്രവൃത്തികൾ നടത്തുന്നത്. വാഹന ഗതാഗതം നിലച്ചതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ദുരിതമനുഭവിക്കുകയാണ്. ഏറെക്കാലത്തെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് തന്നെ. 1 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന് പറഞ്ഞ് നിർമ്മാണം ആരംഭിച്ച പാലക്കാട് വാടാനംകുറിശ്ശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം 4 വർഷം കഴിഞ്ഞിട്ടും പാതി വഴിയിലാണ്.
ഇതോടെ പ്രദേശത്തെ റോഡുകൾ തകരുകയും ദൈനംദിനം രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയുമാണ്. കൂടാതെ വാഹന അപകടങ്ങളും നിത്യസംഭവം. പല ബസ്സുകളുടെയും ബാക്ക് പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഈ കുഴികളിൽ ഇങ്ങനെ ഇറങ്ങി കയറുമ്പോൾ അടി തട്ടിയിട്ട് സ്കൂൾ കുട്ടികളെ കയറ്റണം. ഒരു സ്റ്റോപ്പിൽ വരെ നിർത്താതെ പോകാൻ പറ്റില്ല. ഇതൊക്കെ കയറ്റിയിട്ട് സമയത്ത് എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ഏറെക്കാലത്തെ സമരത്തിനൊടുവിലാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. പ്രധാന പാതയിൽ മന്ദഗതിയിലാണ് ജോലികൾ നടക്കുന്നത്. 2 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടവർ 20-ലധികം കിലോമീറ്റർ സഞ്ചരിക്കേണ്ട അവസ്ഥയാണിപ്പോൾ. ഈ സാഹചര്യത്തിലാണ് കാൽനട യാത്രക്കാരെയും ചെറുവാഹനങ്ങളെയും കടത്തിവിടണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ഓങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത്. സർവീസ് റോഡിന്റെ നിർമ്മാണത്തിനായി 10 ദിവസം പാത പൂർണ്ണമായും അടച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. നവീകരണത്തിനനുബന്ധിച്ചിട്ട് വിദ്യാർത്ഥികളും വയസ്സായവരൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സൗകര്യമാകും. നിലവിൽ നിർമ്മാണം നടക്കുന്ന ഭാഗത്തിന് അപ്പുറവും ഇപ്പുറവും ആളെ ഇറക്കിയാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. മഴയുള്ള സമയത്ത് ജനങ്ങൾക്കിത് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ നല്ല വെയിലുള്ള സമയങ്ങളിലൊന്നും ഇവരൊരു പണിയെടുക്കില്ല. ഇപ്പോൾ 2 ദിവസം അവധി കിട്ടി. ആ 2 ദിവസം അവധിയിലൂടെ ഒരു പണി നടന്നിട്ടില്ല. ഇപ്പോൾ ജനങ്ങൾ മൊത്തം അടങ്ങറായി. രാവിലെ കുട്ടികൾക്ക് സ്കൂൾ പോകാൻ പറ്റിയിട്ടില്ല. പല കുട്ടികളും ഇന്ന് നടന്നു പോകുന്നത് ഞങ്ങൾ എത്ര രണ്ടാമത്തെ ചാരി വരുമ്പോൾ വഴിയിൽ കണ്ടതാണ്. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. കിഫ്ബി വഴി 34 കോടി രൂപ ചിലവഴിച്ചാണ് വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. ഇനി നന്മയുള്ളൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് വൈദ്യുതാഘാതമേറ്റ കുട്ടിക്കുരങ്ങിനെ രക്ഷിച്ച് വനപാലകൻ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ്. പാലോട് റേഞ്ചിലെ ബീറ്റ് ഓഫീസറായ അരുൺ PR ആണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കുരങ്ങിനെ രക്ഷിച്ച ഉദ്യോഗസ്ഥനെ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. ഒരു കുട്ടിക്കുരങ്ങനെ രക്ഷിക്കാനായതിന്റെ സംതൃപ്തിയിലാണ് പാലോട് റേഞ്ചിലെ ബീറ്റ് ഓഫീസർ അരുൺ PR. വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലെ പ്രവേശന കവാടമായ ഗോൾഡൻ വാലി ചെക്ക് പോസ്റ്റിന് സമീപമാണ് സംഭവം. അവിടെ ഡ്യൂട്ടിയിലായിരുന്നു അരുൺ. അപ്പോഴാണ് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കുട്ടിക്കുരങ്ങൻ നിലത്ത് വീണത്. മരത്തിന് മുകളിലിരുന്ന് കുരങ്ങന്മാർ കടിപിടി കൂടുന്നതിനിടയിലാണ് കുട്ടിക്കുരങ്ങൻ അപകടത്തിൽപ്പെട്ടത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉദ്യോഗസ്ഥൻ കുട്ടിക്കുരങ്ങനെ കയ്യിലെടുത്ത് CPR നൽകി. പ്രാഥമിക ശുശ്രൂഷ നൽകി കുട്ടിക്കുരങ്ങൻ പൂർണ്ണമായി ആരോഗ്യവാനായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ വനത്തിലേക്ക് വിട്ടയച്ചു. ആവാസ വ്യവസ്ഥയിലേക്ക് വിട്ടപ്പോൾ പാഞ്ഞെത്തിയ അമ്മക്കുരങ്ങ് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അരുണിനോടുള്ള നന്ദി നോട്ടത്തിലൂടെ നൽകാനും അമ്മയും കുഞ്ഞും മറന്നതുമില്ല. ന്യൂസ് 18 പൊന്മുടി. ചക്കക്കാലമായതോടെ ഇടുക്കി ചിന്നക്കനാലിലെ കൃഷിയിടങ്ങൾ കീഴടക്കിയിരിക്കുകയാണ് ചക്കക്കൊമ്പൻ. പ്ലാവ് കുലുക്കി ചക്ക പറിക്കുന്നതിനൊപ്പം കാർഷിക വിളകളും വ്യാപകമായി നശിപ്പിക്കുകയാണ്. ചക്കയോടുള്ള കമ്പമാണ് ചക്കക്കൊമ്പൻ എന്ന പേരിന് തന്നെ കാരണം. ചക്കക്കാലമായാൽ ഒറ്റയാൻ ജനവാസ മേഖലയിൽ സജീവമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കോഴിപ്പന്നക്കുടി സ്വദേശിയായ രാജാറാമിന്റെ കൃഷിയിടത്തിലെത്തിയ ആന കൃഷിയിടത്തിലെ പ്ലാവിൽ നിന്നും ചക്ക പറിക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. വളർത്തുനായ കുരച്ചു ചാടിയെങ്കിലും കൊമ്പൻ പിൻവാങ്ങിയില്ല. മണിക്കൂറോളം പ്രദേശത്ത് തമ്പടിച്ച കാട്ടാന പിന്നീട് ഇവിടെ നിന്നും അടുത്ത കൃഷിയിടത്തിലേക്ക് നീങ്ങി. പ്ലാവ് കുലുക്കിയും കുത്തിമറിച്ചും ചക്ക ഭക്ഷിക്കുക മാത്രമല്ല, ഏലവും വാഴയും അടക്കമുള്ള കൃഷിവിളകളും വ്യാപകമായി നശിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് ചക്കക്കൊമ്പൻ മാത്രം നശിപ്പിച്ചത്. ഇതുകൂടാതെ മറ്റ് കാട്ടാനക്കൂട്ടങ്ങളും സിംഗകണ്ഠം BL റാവ് മേഖലകളിൽ വ്യാപകമായി ഏലം കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും നോക്കിയാലും രാത്രി നേരത്തിൽ ഒരു 10 മണിയാകുമ്പോൾ കറണ്ട് ഊരിക്കളയുക. വെളുപ്പിന് ഒരു 3-4 മണിക്കാണ് കറണ്ട് പിന്നെയും വരുന്നത്, ഇല്ലെങ്കിൽ 6 മണിക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ രാത്രി നേരത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചെയ്യാനും പറ്റത്തില്ല. ഇതേ ഒരു ട്യൂബ് ലൈറ്റ് ഇട്ടേക്കുക, ഇത് അന്ന് കിടക്കുക, ഇത് ഒരു വണ്ടി പൊട്ടിച്ചിട്ടത് കണേശമ്പി കിടക്കുക. അതുപോലും നോക്കാനായിട്ട് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് നോക്കാനായിട്ട് ആളില്ല. പിന്നെ എന്ത് ചെയ്യാനാ? ചിന്നക്കനാൽ വാസികൾക്ക് ரொம்ப ബുദ്ധിമുട്ടാണ് ജീവിക്കാനായിട്ട്. കൈവശ ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ പല കർഷകർക്കും നഷ്ടപരിഹാരവും കിട്ടുന്നില്ല. പ്ലാവുകൾ വെട്ടിനീക്കുന്നതിന് കർഷകർ തയ്യാറാണെങ്കിലും കൈവശ ഭൂമിയിലെ മരം മുറിക്കുന്നതിനും അനുമതിയില്ല. അതേസമയം RRT സംഘത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും കർഷകർ ആരോപിക്കുന്നു.
ന്യൂസ് 18 ഇടുക്കി. കോതമംഗലത്ത് വീടിന്റെ ജനൽ ചില്ലുകൾ തകർക്കുകയും മോട്ടോർ സൈക്കിൾ കത്തിക്കുകയും വീട്ടുകാരെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ആൾ പിടിയിൽ. പോലീസിൽ പരാതി നൽകിയ വിരോധത്തിൽ ആക്രമണം നടത്തിയ മോൻസി വർഗീസിനെയാണ് അറസ്റ്റ് ചെയ്തത്. കടാതി സ്വദേശിയുടെ വീടിന് നേർക്കാണ് ആക്രമണം നടത്തിയത്. ഇരുചക്ര വാഹനം കനാലിൽ തള്ളിയിട്ടതിന് പോലീസിൽ പരാതി കൊടുത്തതിലുള്ള വിരോധമാണ് കാരണം. പ്രതിയെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി. കായംകുളം നഗരസഭാ പരിധിയിലെ 2 ആശുപത്രികൾ സ്വന്തം കെട്ടിടത്തിന് പോരായ്മയെ തുടർന്ന് പ്രവർത്തനം മാറ്റിയതോടെ വാടക ഇനത്തിൽ നഗരസഭ നേരിടുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ്. 30 സെന്റ് സ്ഥലം സ്വന്തമായുള്ള ഹോമിയോ ആശുപത്രി പരിസരം വെള്ളക്കെട്ടായതോടെയാണ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റേണ്ടി വന്നത്. കൊറ്റുകുളങ്ങരയിൽ 100 കണക്കിന് രോഗികൾക്ക് ആശ്രയമായിരുന്ന ആയുർവേദ ആശുപത്രി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രവർത്തനം മാറ്റിയിട്ട് 2 വർഷത്തിലേറെയായി. ഹോമിയോ ആശുപത്രി OP യൂണിറ്റ് 1 വർഷം മുൻപ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ IP വിഭാഗവും ഇതേ കെട്ടിടത്തിലേക്ക് മാറ്റി. നാട്ടുകാർ പണം സമാഹരിച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് ആശുപത്രിക്ക് സ്ഥലം വാങ്ങിയത്. OP വിഭാഗം കെട്ടിട നിർമ്മാണത്തിന് MLA ആയിരുന്ന MM ഹസൻ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപയും IP കെട്ടിട നിർമ്മാണത്തിന് MP ആയിരുന്ന വയലാർ രവി 20 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. നഗരസഭ മെയിന്റനൻസ് ഗ്രാന്റ് പ്രകാരമുള്ള തുക ചെലവഴിക്കുന്നതിൽ വരുത്തിയ വീഴ്ചയാണ് ആശുപത്രി പരിസരം വെള്ളക്കെട്ടിലാകാൻ കാരണമെന്ന് ആക്ഷേപവുമുണ്ട്. കൊറ്റംകുളങ്ങരയിലെ ആയുർവേദ ആശുപത്രി ഇപ്പോഴത്തെ കെട്ടിടത്തിൽ പ്രവർത്തിപ്പിക്കാനാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പുനരുദ്ധരിക്കാൻ ശ്രമിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലൂടെ 11 kV വൈദ്യുതി ലൈൻ പോകുന്നുണ്ട്. അതിനാൽ മുകളിലത്തെ നിലയുടെ മേൽക്കൂര കോൺക്രീറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. ഈ ആശങ്കകൾക്കിടയിലും നഗരസഭ 30 ലക്ഷത്തിലേറെ രൂപയാണ് ആശുപത്രി കെട്ടിടം പുനരുദ്ധരിക്കാനായി ചെലവഴിക്കുന്നത്. ന്യൂസ് 18 കായംകുളം. ഓണവിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച് ചെണ്ടുമല്ലി തൈകൾ നട്ടു. അനുകൂല കാലാവസ്ഥയിൽ വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കും കൃഷിഭവനും സംയുക്തമായാണ് പാട്ടത്തിനെടുത്ത 2 ഏക്കറിൽ കൃഷി ഇറക്കിയത്. തൈ നടലിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്. ഓണവിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച് ചെണ്ടുമല്ലി തൈകൾ നട്ടിരിക്കുകയാണ് വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കും കൃഷിഭവനും. അനുകൂല കാലാവസ്ഥയിൽ സംയുക്തമായാണ് അംബേദ്കർ കോളേജിന് സമീപത്തായി ബാങ്ക് പാട്ടത്തിനെടുത്ത 2 ഏക്കറിൽ കൃഷി ഇറക്കിയത്. തൈ നടീലിന്റെ ഉദ്ഘാടനം കൃഷി ഓഫീസർ T ഉമ്മർ കോയ ഉദ്ഘാടനം ചെയ്തു. വണ്ടൂർ കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് 3 ഹെക്ടർ സ്ഥലത്ത് വണ്ടൂർ പഞ്ചായത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മളൊരു 50,000-ഓളം ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ ഇവിടെ ഒരു 20,000-ഓളം ചെണ്ടുമല്ലിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പലതരത്തിലുള്ള ചെണ്ടുമല്ലി കൃഷിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃഷി വകുപ്പിൻ്റെ എല്ലാ പിന്തുണയും ഇതിനുണ്ട്. ഈ ഒരു ഉദ്യമം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു ആത്മാർത്ഥമായ സഹകരണം, പേരിനുള്ള ഒരു തൊഴിലിന് അപ്പുറത്ത് രാവിലെ 8 മണിക്ക് എത്തിക്കൊണ്ട് വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയും ജോലി ചെയ്തിട്ട് ഒഴിവുവേളകൾ അവരുടെ ചായയും ചോറും ഒക്കെ തിന്നുന്ന സമയം വളരെ കുറച്ചുകൊണ്ട് മുഴുവൻ സമയത്തും അവരുടേതായ ഒരു കൃഷിയായിട്ടാണ് അവർ ഈ കൃഷി സ്ഥലത്തെ കാണുന്നത്. കയർ പിടിച്ചൊക്കെ നട്ട് വളരെ ഭംഗിയായ രീതിയിലാണ് അവരിവിടെ പ്ലാൻ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. വെള്ളയും മഞ്ഞയും ഗോൾഡും നിറത്തിലുള്ള ഹൈബ്രിഡ് വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അത്തത്തിന് 4 ദിവസം മുമ്പ് വിളവെടുപ്പ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. 2 ലക്ഷത്തോളം ചെലവിലാണ് പൂകൃഷി. ന്യൂസ് 18 തിരൂർ. അപ്പോൾ ഇനിയൊരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തുമ്പോൾ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം.